ഹലോ ഹായ് എവരി വൺ വെൽക്കം ടു അവർ ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മാത്സിലെ ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കൂടുതൽ നമുക്ക് ലാഗ് ചെയ്യാതെ സെഷനിലേക്ക് കിടക്കാം. ലെറ്റ്സ് ബിഗിൻ ടു ദ സെഷൻ. ദിസ് ഈസ് നവീന ആൻഡ് യു ആർ വാച്ചിങ് ദി മാർജിൻ ഓഫ് എക്സലൻസ്. ലെറ്റ്സ് ഡൈവ് സ്ട്രേറ്റ് ഇൻ ടു ദി ക്ലാസ്. ആദ്യമേ തന്നെ ഈ ചാപ്റ്ററിൽ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ട്രിഗ്നോമെട്രി എന്ന് പറയുമ്പോൾ തന്നെ ഇത് ട്രയാങ്കിൾ ബേസ്ഡ് ഒരു ചാപ്റ്റർ ആണ്, എസ്പെഷ്യലി ദി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ എങ്ങനെ ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോണ് അല്ലെങ്കിൽ ആംഗിളിനെ ബേസ് ചെയ്തിട്ട് മറ്റ് സൈഡുകൾ കണ്ടുപിടിക്കാം എന്നതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഉടനീളം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന 3 ട്രിഗ്നോമെട്രികളാണ് സൈൻ, കോസ്, ടാൻ. അപ്പോൾ ഇവ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മറ്റു വശങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു ത്രികോണം തന്നിട്ടുണ്ടെങ്കിൽ ആ ട്രയാങ്കിളിനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ സൈൻ, കോസ്, ടാൻ എന്ന ഫോർമുല നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഒരു ആംഗിളും ഒരു സൈഡും ഉണ്ടായിരിക്കണം. ഒരു ആംഗിളും ഒരു ഫുൾ സൈഡും ആ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സൈനും കോസും ടാനും വെച്ച് ബാക്കിയുള്ള വശങ്ങൾ കണ്ടെത്താം. അപ്പോൾ നേരെ സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ എക്സ് എന്ന് പറയുന്നതിന്റെ ഫോർമുല എന്താ വരുന്നത്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് തീറ്റ എന്ന് പറയുന്നതോ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പൊ ഇത്രയാണ് ഫോർമുല വരുന്നത്. ടാൻ തീറ്റനെ ഏത് രീതിയിലും നമുക്ക് എഴുതാം, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് വേണമെങ്കിലും എഴുതാം. അപ്പൊ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ടാൻ തീറ്റ തന്നെയാണ്. അപ്പൊ ഈ 3 ഫോർമുല വെച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഫുള്ള് കവറപ്പ് ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ വാല്യൂസ്, 4 ആംഗിൾസിന്റെ സൈനും കോസും ടാനിന്റെയും വാല്യൂസും നമ്മൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. ചില സമയത്ത് ആ ക്വസ്റ്റ്യൻ ഈ ആംഗിളുകൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ അവരതിന്റെ വാല്യൂസ് തരത്തില്ല. ബാക്കിയുള്ള ആംഗിൾസ് ആണെങ്കിൽ അതിന്റെ വാല്യൂസ് ക്വസ്റ്റ്യനിൽ തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. അതേസമയം 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 4 ആംഗിൾസ് അല്ല 5 ആംഗിൾസിന്റെ സൈന്, കോസ്, ടാനിന്റെ വാല്യൂ തരാനുള്ള പോസിബിലിറ്റി കുറവാണ്. അതുകൊണ്ട് പഠിച്ചിരിക്കുക. അതും ഞാൻ അവിടെ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അതും കാണാതെ പഠിക്കുന്നത് ഉത്തമമാണ്. ഓക്കെ, നമുക്കിനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെ റിസോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. എ ബോയ് സീസ് ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 35 ഡിഗ്രി. വാക്കിംഗ് 10 meters towards the building, he sees it at an angle of elevation 70 degree. ഇപ്പൊ എന്താ പറയുന്നത്? ഒരു കുട്ടി, ആ കുട്ടീനെയാണ് കാണിക്കേണ്ടത്. കുട്ടിയുടെ നീളം ഇവിടെ മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു പോയിന്റ് ആയിട്ട് മാത്രം കൊടുത്താൽ മതി. മെൻഷൻ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ നീളം നമ്മൾ എന്ത് ചെയ്യണം? വരച്ചു കൊടുക്കണം. അതിനുശേഷം എന്താ പറയുന്നത്? ആ കുട്ടി എവിടെ നിന്ന് നോക്കി? ഈ ഒരു പോയിന്റിൽ നിന്ന് ആ ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് നോക്കിയെന്നാണ് പറയുന്നത്. അത് എത്ര ആയിട്ടാണ് കാണിക്കുന്നത്? 35 ഡിഗ്രി ആയിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് കുട്ടി എന്ത് ചെയ്തു? ബിൽഡിങ്ങിന്റെ ദിശയിലേക്ക് 10 മീറ്റർ നടന്നു വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? 10 മീറ്റർ എന്ന് കാണിക്കാം. 10 മീറ്റർ കാണിച്ചതിന് ശേഷം പിന്നീട് എന്താ ചെയ്യേണ്ടത്? അവിടെ നിന്നും കുട്ടി എങ്ങോട്ടേക്ക് നോക്കി? ബിൽഡിങ്ങിലേക്ക് നോക്കി. എത്ര ആംഗിൾ ഓഫ് എലിവേഷനിൽ? 70 ആംഗിൾ ഓഫ് എലിവേഷനിൽ. ഇങ്ങനെയാണ് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ കേസ് നോക്കുന്ന സമയത്ത് നമ്മൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. പേരുൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ബിൽഡിങ്ങിന് BD എന്ന് കൊടുത്തു. കുട്ടിയുടെ ആദ്യത്തെ പൊസിഷൻ M എന്ന് കൊടുത്തു. രണ്ടാമത്തെ പൊസിഷൻ N എന്ന് കൊടുത്തു. അവിടുത്തെ ആംഗിൾസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കുട്ടി ആദ്യത്തെ പൊസിഷനിൽ നിന്ന് രണ്ടാമത്തെ പൊസിഷനിലേക്ക് വന്ന ആ ഒരു ഡിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ നമ്മൾ ആദ്യത്തെ റഫ് സ്കെച്ച് വരച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ ഏതൊക്കെ ട്രയാങ്കിൾസ് ഉണ്ട്? ട്രയാങ്കിൾ MNBD എന്ന് പറയുന്ന ട്രയാങ്കിളും ഉണ്ട്. അതേപോലെ ട്രയാങ്കിൾ NBD എന്ന് പറയുന്ന ട്രയാങ്കിളും ഉണ്ട്. അപ്പൊ 2 ട്രയാങ്കിൾസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 2 ട്രയാങ്കിൾസ് വെച്ചാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യമേ തന്നെ ഓർക്കുക, ND എന്ന് പറയുന്നതിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്തായിട്ട് കൊടുത്തു? എക്സ് ആയിട്ട് നമ്മൾ കൊടുത്തു. എക്സ് ആയിട്ട് കൊടുത്തതിന് ശേഷം ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ പൊസിഷൻ ഏതാ? സെക്കൻഡ് പൊസിഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്ന ഏതാ? N എന്ന് പറയുന്ന ആ പൊസിഷൻ അല്ലേ? അവിടെ നമ്മൾ
നോക്കുക. നമുക്ക് തന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ആംഗിളും ഒരു സൈഡും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആംഗിൾ നമ്മുടെ കയ്യിലുണ്ട്, സൈഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്തെന്ന് കൊടുത്തു, എക്സ് എന്ന് കൊടുത്തു. അപ്പൊ അത് വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട വശം എന്ന് പറയുന്നത് ഏതാ, ബി ഡി ആണ് അല്ലേ. അപ്പൊ കണ്ടുപിടിക്കേണ്ട വശം ബി ഡി ആയതുകൊണ്ട് തന്നെ ഈ 70 ഡിഗ്രി ആംഗിളിന് ഈ കണ്ടുപിടിക്കേണ്ട വശവും തന്നിരിക്കുന്ന വശവും എന്താണെന്ന് നോക്കുക. കണ്ടുപിടിക്കേണ്ട വശവും തന്നിരിക്കുന്ന വശം. അപ്പൊ കണ്ടുപിടിക്കേണ്ട വശം എന്ന് പറയുന്നത് അതിന് ഓപ്പോസിറ്റും തന്നിരിക്കുന്ന വശം എന്ന് പറയുന്നത് അതിന് അഡ്ജസന്റുമാണ് അല്ലെ. അപ്പോൾ ഓപ്പോസിറ്റും അഡ്ജസന്റും വരുന്ന ഇക്വേഷൻ ഏതാ വരുന്നത്, ടാൻ ആണ് വരുന്നത് അല്ലെ. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ഈസ് ഈക്വൽ ടു ടാൻ. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ എടുക്കേണ്ടത് എന്താണ്, ടാൻ 70 ആണ് എടുക്കേണ്ടത്. അപ്പൊ ടാൻ 70 എടുക്കുന്ന സമയത്ത് ഈ ബി ഡിനെ ഞാൻ എന്തായിട്ട് കൊടുത്തു, എച്ച് ആയിട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ ടാൻ 70 ഞാൻ എങ്ങനെ എഴുതണ്ടേ, ടാൻ 70 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് ഏതാ, എച്ച്, അഡ്ജസന്റ് ഏതാ, എക്സ്. അപ്പൊ ഇതെങ്ങനെ വരുന്നത്, ടാൻ 70 ഈസ് ഈക്വൽ ടു എച്ച് ബൈ എക്സ് എന്ന് എനിക്ക് കിട്ടി. അതിൽ എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ നമ്മൾ നോക്കിയേ ഈ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള വശം ഏതാ. ഇപ്പം ബി എൻ ഡി എന്ന് പറയുന്ന വശം നോക്കുവാണെങ്കിലും ബി എം ഡി എന്ന് പറയുന്ന വശം നോക്കുവാണെങ്കിലും ഇവിടെ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള വശം ഏതാ, എച്ച് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, കോമൺ ആയിട്ടുള്ള വശം. അപ്പൊ ഈ കോമൺ ആയിട്ടുള്ള വശം കിട്ടുന്ന രീതി വേണം നമ്മൾ എന്ത് കണ്ടെത്താൻ, ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ബി എൻ ഡി എന്ന ത്രികോണത്തിൽ നിന്ന് നമ്മൾ എന്ത് എടുത്തു, ടാൻ 70 എടുത്തു. ടാൻ 70 ഈസ് ഈക്വൽ ടു എച്ച് ബൈ എക്സ്. ഇതിന് എന്താ നമുക്ക് കണ്ടെത്തേണ്ടത്, എച്ച് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ടാൻ 70 എന്ന് ഞാൻ കൊടുത്തു. എന്ന് വെച്ചാൽ എക്സിനെ ഈക്വലിന് ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുത്തപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ടാൻ 70 എന്ന് കിട്ടി. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ ബി എൻ ഡി എന്ന ത്രികോണത്തിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞു, സോൾവ് ചെയ്തു. ഇനി രണ്ടാമത്തെ പൊസിഷൻ ഏതാ, 35 ഡിഗ്രി അല്ലേ. അപ്പൊ അതിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, രണ്ടാമത്തെ പൊസിഷൻ്റേത് ചെയ്യേണ്ടത്. അപ്പൊ രണ്ടാമത്തെ പൊസിഷൻ ഇതാണ്, ഈ ഒരു ട്രയാങ്കിൾ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഈ ട്രയാങ്കിളിൽ നിന്ന് നോക്കിയേ ടാൻ 35 ഉണ്ട്. അതേപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ട വശം ഏതാ, എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ള വശം ഏതാണ്, എം ഡി ആണ് ഉള്ളത്. എം ഡി എന്ന് പറയുന്നത് എം തൊട്ട് എൻ വരെ 10ഉം എൻ തൊട്ട് ഡി വരെ എക്സും ആയതുകൊണ്ട് തന്നെ എം ഡിനെ നമുക്ക് എങ്ങനെ എഴുതാം, 10 പ്ലസ് എക്സ് എന്ന് എഴുതാം. അപ്പൊ 10 പ്ലസ് എക്സ് എന്നാണ് ഏത് എഴുതിയിരിക്കുന്നത്, എം ഡി എഴുതിയിരിക്കുന്നത്. അപ്പോൾ എം ഡിനെ 10 പ്ലസ് എക്സ് എന്ന് എടുത്തു. അപ്പൊ നോക്കിയേ ടാൻ 35 എന്ന ആംഗിളിന് ഈ ബി ഡി എന്ന് പറയുന്ന വശവും എം ഡി എന്ന് പറയുന്ന വശം എങ്ങനെയാണെന്ന് നോക്കുക. അപ്പൊ 35ക്ക് ബി ഡി എന്താണ്, ഓപ്പോസിറ്റ്. 35ക്ക് എം ഡി എന്താണ്, അഡ്ജസന്റ്. അപ്പൊ ഓപ്പോസിറ്റും അഡ്ജസന്റും വരുന്ന ട്രിഗ്നോമെട്രി ഏതാ വരുന്നത്, ടാൻ ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഏതാ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്, ടാൻ 35 ആണ് കൊടുക്കേണ്ടത്. ടാൻ 35 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് ഏതാ, എച്ച്. അങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതിയത്. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും നമുക്ക് എന്ത് ഈസിക്കൽ ടു എന്ന് പറഞ്ഞ് കിട്ടി, എച്ച് ഈസിക്കൽ ടു എന്ന് പറഞ്ഞ് കിട്ടി. രണ്ടിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് എഴുതാം. എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു ടാൻ 70 ഈസിക്കൽ ടു എക്സ് പ്ലസ് 10 ഇൻറ്റു ടാൻ 30 എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ എക്സ് പ്ലസ് 10 ഇൻറ്റു ടാൻ 35നെ എക്സ്പാൻഡ് ചെയ്യുക. അതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്, എക്സിനെ ടാൻ 35 കൊണ്ട് ഇൻറ്റു ചെയ്യുക, 10നെ ടാൻ 35 കൊണ്ടും ഇൻറ്റു ചെയ്യുക. അപ്പോൾ എക്സ് ഇൻറ്റു ടാൻ 35 പ്ലസ് 10 ഇൻറ്റു ടാൻ 35 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടിയതിന് ശേഷം എക്സ് ഇൻറ്റു ടാൻ 35നെ ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഏത് ഇക്വേഷൻ ആയിട്ട് കിട്ടുന്നത്, എക്സ് ഇൻറ്റു ടാൻ 70 മൈനസ് എക്സ് ഇൻറ്റു ടാൻ 35 ഇസിക്കൽ ടു ടാൻ 10 ടാൻ 35 എന്ന് നമുക്ക് കിട്ടുന്നത്. ഇതിൽ എക്സ് ഇൻറ്റു ടാൻ 70 മൈനസ് എക്സ് ഇൻറ്റു ടാൻ 35ൽ നിന്ന് നമുക്ക് എന്തിനെ കോമൺ ആയിട്ട് എടുക്കാം, എക്സിനെ കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ അതെങ്ങനെയായിട്ട് മാറി, അതിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ ബാക്കി എന്തൊക്കെയുള്ളൂ, ടാൻ 70 മൈനസ് ടാൻ 35. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഇസിക്കൽ ടു 10 ഇൻറ്റു ടാൻ 35. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇവിടുത്തെ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടി ആ 10 ഇൻറ്റു ടാൻ 35ന്റെ കൂട്ടത്തിൽ ഈ ടാൻ 70 മൈനസ് ടാൻ 35 എന്ത് ചെയ്യുക, ഈക്വലിന് ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് 10 ഇൻറ്റു ടാൻ 35 ഡിവൈഡ് ബൈ ടാൻ 70 മൈനസ് ടാൻ 35 എന്ന് നമുക്ക് കിട്ടിയത്. ഓക്കെ, അതിൽ ടാൻ 35യുടെ വാല്യൂ എത്ര, 0.7002ഉം ടാൻ 70യുടെ വാല്യൂ എത്ര, 2.7475 ആ വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ 10 ഇൻറ്റു 0.702 divide by 2.7475 minus 0.7002 is equal to 10 into 7.7002 ഇൻറ്റു ചെയ്യുമ്പോൾ 7.002 എന്ന് കിട്ടി. അതേപോലെ 2.7475നെ 0.7002 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ
0.047 എന്നും കിട്ടി. അപ്പോൾ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര വാല്യൂ കിട്ടും? 3.42 m എന്ന് കിട്ടും. ഇത് എന്തിന്റെ വാല്യൂ ആണ്? എക്സിന്റെ വാല്യൂ ആണ്. എക്സ് എന്ന് പറയുന്നത് എന്നിനും ഡിക്കും ഇടയിലുള്ള എക്സിന്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? 3.42 എന്ന് പറയുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ബി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബി ഡി കണ്ടുപിടിക്കാൻ ഇതിലെ 1 എന്ന ഇക്വേഷനോ അല്ലെങ്കിൽ 2 എന്ന ഇക്വേഷനിലോ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഇക്വേഷനാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ h is equal to x into tan 70 is equal to xന്റെ വാല്യൂ 3.42 into tan 70യുടെ വാല്യൂ 2.7475. അപ്പോൾ എനിക്ക് ആ ബിൽഡിങ്ങിന്റെ നീളം എത്ര കിട്ടും? 9.40 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പുഴയുടെ അരികത്ത് നിൽക്കുന്ന ഒരാൾ അക്കരയോട് ചേർന്ന് നിൽക്കുന്ന മരത്തിന്റെ മുകളറ്റം 70 ഡിഗ്രി മേൽക്കോണിൽ നോക്കുന്നു. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ പറയുന്നത്? 20 മീറ്റർ പുറകോട്ട് മാറി നോക്കിയപ്പോൾ അത് 35 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. ആളിന്റെ ഉയരം 1.6 മീറ്റർ. അപ്പൊ ആദ്യമേ നമ്മൾ ഏകദേശ ചിത്രം അല്ലെങ്കിൽ റഫ് സ്കെച്ച് ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക? ഒരു പുഴയോരം വരയ്ക്കുക. ഇതാണ് പുഴയോരം, കണ്ടല്ലോ. ഈ എക്സ് എന്ന് പറയുന്നതാണ് പുഴയോരം. ഇവിടെയാണ് അങ്ങേയറ്റത്ത് എന്ത് നിൽക്കുന്നെന്ന് പറയുന്നത്? ഒരു മരം നിൽക്കുന്നു. ആ മരത്തിന്റെ നീളം ഒന്നും തന്നിട്ടില്ല. ആ പുഴയുടെ അക്കരയായിട്ട് ആര് നിൽക്കുന്നു? ഒരു മനുഷ്യൻ നിൽക്കുന്നെന്നാണ് പറയുന്നത്. ആ മനുഷ്യന്റെ ഉയരം തന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഉയരം കാണിക്കണം, അല്ലെ? ആ ഉയരം എത്രയാണ്? 1.6 മീറ്റർ ആണ്. ഇനി ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് ആ മനുഷ്യൻ മരത്തിന്റെ മുകളറ്റം നോക്കുന്നത് എത്ര ഡിഗ്രി മേൽക്കോണില്ല? 70 ഡിഗ്രി മേൽക്കോണിലാണ്. അപ്പൊ ആദ്യമേ നമ്മൾ ആ ആളുടെ സ്ട്രേറ്റ് വ്യൂ വരയ്ക്കുക. സ്ട്രേറ്റ് വ്യൂ വരച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് ആംഗിൾ എങ്ങോട്ടേക്ക് വരയ്ക്കേണ്ടത്? മരത്തിന്റെ മുകളറ്റത്തേക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ അവിടുത്തെ ആംഗിൾ എത്ര വന്നിരിക്കുന്നത്? 70 ഡിഗ്രി. ഓക്കെ, അത് നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ എന്താ അവർ പറയുന്നത്? ഈ മനുഷ്യൻ, ഈ ആള് എന്ത് ചെയ്തു? 20 മീറ്റർ പുറകിലോട്ട് നടന്നെന്നാണ് പറയുന്നത്. അപ്പൊ അത് നമ്മൾ വരയ്ക്കുമ്പോൾ വീണ്ടും ആ ഒരു മനുഷ്യന്റെ ഉയരം തന്നെ കാണിക്കുക, 1.6 മീറ്റർ. ഇനി അവിടെ നിന്ന് എങ്ങോട്ടേക്ക് നോക്കിയെന്നാ പറയുന്നത്? മരത്തിന്റെ മേൽക്കോണിലേക്ക് നോക്കിയെന്നല്ലേ പറയുന്നത്. അപ്പൊ ആ മേൽക്കോണും വരയ്ക്കുമ്പോൾ നമ്മൾ സ്ട്രേറ്റ് വ്യൂ ആദ്യമേ വരച്ചു കൊടുക്കുക. ഇതാണ് സ്ട്രേറ്റ് വ്യൂ. ആ സ്ട്രേറ്റ് വ്യൂ വരച്ചതിന് ശേഷം വേണം മരത്തിന്റെ മുകളിലറ്റത്തിലേക്ക് എന്ത് ചെയ്യേണ്ടത്? കോണ് വരയ്ക്കേണ്ടത്. അവിടുത്തെ എത്ര ആംഗിൾ എന്നാ പറയുന്നത്? 35 ഡിഗ്രി, അല്ലെ? അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? റഫ് സ്കെച്ച് ആയിട്ട് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ പൊസിഷനിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് 20 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ. ഈ ഒരു ഡിസ്റ്റൻസ് മാത്രമേ തന്നിട്ടുള്ളൂ, അല്ലേ? അപ്പം നമ്മൾ ഈ 70 ഡിഗ്രിയുടെ ഈ പൊസിഷനിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിന് എന്തായിട്ട് എടുക്കുക? എക്സ് ആയിട്ടും അതേപോലെ മരത്തിന്റെ നീളത്തിനെ എച്ച് ആയിട്ടും നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇവിടെ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആദ്യമേ നമ്മൾ ഏത് ത്രികോണമാണ് നോക്കുന്നത്? ഈ ഒരു ത്രികോണമാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ 70 ഡിഗ്രി ഉണ്ട്. 70 ഡിഗ്രിയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്തൊന്നും ഉണ്ട്? ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എച്ച് ആണല്ലോ. പക്ഷെ ഈ ഒരു ത്രികോണത്തിൽ ഏത് ഡിസ്റ്റൻസ് വരുന്നില്ല? ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നില്ല. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1.6 മീറ്റർ ആയിരിക്കും. അപ്പൊ ഈ എച്ചിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? 1.6 മീറ്റർ കുറച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എടുക്കാൻ. അപ്പോൾ ആ ഒരു ത്രികോണം നോക്കുമ്പോൾ 70 ഡിഗ്രി അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏത് സൈഡ് നമ്മുടെ കയ്യിലുണ്ട്? എച്ച് മൈനസ് 1.6 നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ എച്ച് മൈനസ് 1.6 ആണ് ഇതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, കണ്ടോ? അപ്പോൾ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്. കണ്ടുപിടിക്കേണ്ട വശം എന്ന് പറയുന്നത് ഈ എച്ച് മൈനസ് 1.6 ആണല്ലോ. ഓക്കെ, അതിൽ നിന്ന് എച്ച് മൈനസ് 1.6 ഈസ് ഇക്വൽ ടു എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 20 ഇൻറ്റു ടാൻ 70 എന്ന് എടുക്കുന്നു. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്ഥാനം ഏതാ? 35 അല്ലേ? അപ്പോൾ ഈ 35 എന്ന് പറയുന്നതിൻ്റെ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നോക്കുമ്പോൾ കണ്ടുപിടിക്കേണ്ട വശം ഏതാ? ഈ എച്ചും തന്നിരിക്കുന്ന വശം ഏതാ? ഇതുമാണ്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതുന്നു? ടാൻ 35 ഈസ് ഇക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻറ്റ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഏതാ? എച്ച് മൈനസ് 1.6ഉം അഡ്ജസെൻറ്റ് എന്ന് പറയുന്നത് ഏതാ? എക്സും ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ എച്ച് മൈനസ് 1.6 ഈസ് ഇക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇൻറ്റു ടാൻ 35 എന്ന് കിട്ടും. ഈ രണ്ട് ഇക്വേഷനിൽ എച്ച് മൈനസ് 1.6 ആണ് ഇക്വേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ എച്ച് മൈനസ് 1.6ൻ്റെ അവിടെ ഇക്വേഷൻ 2 എന്ത് ചെയ്ത് കൊടുക്കുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇക്വേഷൻ 1 ഈസ് ഇക്വൽ ടു ഇക്വേഷൻ 2 എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 20 ടാൻ 70 ഈസ് ഇക്വൽ ടു എക്സ് ഇൻറ്റു ടാൻ 35 എന്ന് കിട്ടും. ഈ എക്സ് പ്ലസ് 20 ഇൻറ്റു ടാൻ 70 എന്ത് ചെയ്യുക? ടാൻ 70 ഈക്വൽ ബ്രാക്കറ്റിനുള്ള രണ്ട് ടേംസും കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു ടാൻ 70 പ്ലസ് 20 ഇൻറ്റു ടാൻ 70 എന്ന് കിട്ടും ഈസ് ഇക്വൽ ടു ടാൻ 35. അപ്പോൾ ഇതിൽ ഈ എക്സിനെയും
എക്സ് ടാൻ 35 എന്ത് ചെയ്യുന്നു ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് -20 ടാൻ 70 ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് മൈനസ് ടാൻ 70 മൈനസ് എക്സ് ടാൻ 35 ഈസിക്കൽ ടു -20 ടാൻ 70 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഇൻറ്റു ടാൻ 70 മൈനസ് ടാൻ 35 ഈസിക്കൽ ടു 20 ടാൻ 70 എന്ന് കിട്ടി. അതിൽ എക്സ് കണ്ടെത്താൻ എന്ത് ചെയ്യുക? ടാൻ 70 മൈനസ് ടാൻ 35 ഈക്വലിന് ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സ് ഈസിക്കൽ ടു എന്തെന്ന് കിട്ടി? 220 ടാൻ 70 ബൈ ടാൻ 70 മൈനസ് ടാൻ 35. അതിൽ ഇവയുടെ വാല്യൂ എല്ലാം കൂടെ ടാൻ 70യുടെയും അതേപോലെ ടാൻ 35യുടെയും വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് എക്സിൻ്റെ വാല്യൂ നമുക്ക് ഫൈനലായിട്ട് എന്ത് കിട്ടും? 26.85 മീറ്റർ എന്ന് കിട്ടും. ഈ 26.85 മീറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് മാത്രമായിട്ടാണ് കിട്ടിയത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇക്വേഷൻ 1 അല്ലെങ്കിൽ ഇക്വേഷൻ 2 നമ്മൾ എടുക്കുക. അപ്പോൾ ഇക്വേഷൻ 2 ഞാൻ ഇവിടെ എടുക്കുന്നു. ഏതാ? h മൈനസ് 1.6 ഈസിക്കൽ ടു ടാൻ 35. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 26.85 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 26.85 ഇൻറ്റു 0.7002 ഈസിക്കൽ ടു എത്ര എന്ന് കിട്ടി? 18.80 മീറ്റർ എന്ന് കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ h മൈനസ് 1.6ൻ്റെ വാല്യൂ. നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടെത്തണം? h കണ്ടെത്താൻ -1.6നെ ഈക്വലിന് ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ h ഈസിക്കൽ ടു എന്തെന്ന് കിട്ടി? 18.80 പ്ലസ് 1.6 ഈസിക്കൽ ടു 20.4 എന്ന് കിട്ടി. അപ്പോൾ ആ മരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എത്ര? 20.4 മീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചിത്രത്തിൽ ഒരു ത്രികോണവും അതിന്റെ പരിവൃത്തവും കാണിച്ചിരിക്കുന്നു. വൃത്തത്തിന്റെ വ്യാസം എത്രയാണ്? അപ്പോൾ നമുക്കിവിടെ ഒരു സർക്കിളും തന്നിട്ടുണ്ട്. ആ സർക്കിളിനകത്തെ ഒരു ത്രികോണവും തന്നിട്ടുണ്ട്. ആ ത്രികോണത്തിന്റെ മൂലകളെല്ലാം ആ സർക്കിളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മുട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ വൃത്തത്തിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ഇപ്പം a ഈസിക്കൽ ടു 2r സൈൻ a ഡിഗ്രി. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ഇതിൽ നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? 2r ആണ് കണ്ടെത്തേണ്ടത്. 2r എന്ന് പറയുന്ന ഡയമീറ്റർ അല്ലേ? അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടി 2r ഈസിക്കൽ ടു എനെ എന്ത് ചെയ്യുക? ഈ സൈൻ എനെ ഈക്വലിന് ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ക്യാപിറ്റൽ A ബൈ സൈൻ A ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഈ ഇക്വേഷനാണ് എവിടെ കൊടുത്തിരിക്കുന്നത്? ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡി എന്നത് വ്യാസമാണ്. വ്യാസം കണ്ടെത്താൻ ആ ഒരു ഇക്വേഷനാണ് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ആംഗിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്മോൾ എ എന്ന് പറയുന്ന സൈഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ബി സി എന്ന് പറയുന്നത് ഈ ഒരു ലെന്ത് ഉണ്ടല്ലോ, ഇതിന്റെ സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് നമ്മൾ ഈ ഇക്വേഷനിൽ എടുക്കേണ്ടത്. പക്ഷേ ഓപ്പോസിറ്റ് ആംഗിൾ ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് ആ ഓപ്പോസിറ്റ് ആംഗിൾ നമുക്ക് കണ്ടെത്താം. എങ്ങനെ കണ്ടെത്താം? ഇവിടുത്തെ ബാക്കി 2 ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്, 55ഉം 50ഉം. ഇത് തമ്മിൽ ഇവയുടെ തുക 180ൽ നിന്ന് കുറച്ചാൽ മതി. 180 നിന്ന് കുറയ്ക്കുമ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടുന്നത്? 75 ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിലേക്ക് ആ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡി കണ്ടെത്താം. അപ്പോൾ ഡി ഈസിക്കൽ ടു സ്മോൾ എ എന്ന് പറയുന്നത് എത്രയാണ്? 6 സെന്റിമീറ്റർ ബൈ സൈൻ എ എന്ന് പറയുന്നത് എത്ര? സൈൻ 75 ഡിഗ്രിയാണ്. അതാണ് ദാണ്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൈൻ 75 എന്ന് പറയുന്നത് 0.9659 ആണ്. അപ്പോൾ 6 ബൈ 0.9695 ചെയ്യുമ്പോൾ എത്ര നമുക്ക് ഡയമീറ്റർ കിട്ടുന്നത്? 6.21 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് എന്താ പറയുന്നത്? ത്രികോണത്തിന്റെ മറ്റു 2 വശങ്ങളുടെ നീളം കൂടി നമ്മൾ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റു വശങ്ങളുടെ നീളം കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഇപ്പം നോക്കുക, നമുക്കിപ്പം എ ബി ആണ് കണ്ടെത്തേണ്ടത്. എ ബി എന്ന് പറയുന്നത് ഈ വശമാണ് അല്ലേ? അപ്പോൾ എ ബി കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഏത് ഇക്വേഷൻ നമ്മൾ കൊടുത്താൽ മതി? 2r സൈൻ സി അല്ലേ? 2r സൈൻ സി ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ 2r എന്ന് പറയുന്നത് എന്താ? ഡയമീറ്റർ. 2 ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ആണ്. ഡയമീറ്റർ ഓൾറെഡി നമ്മൾ ഇവിടെ കണ്ടെത്തി വെച്ചു, 6.216 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 2rന് പകരം ഡി എന്ന് കൊടുക്കുക. ഡി ഇൻറ്റു എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാ? 50 ഡിഗ്രി. അപ്പോൾ സൈൻ സി എന്ന് പറയുന്നത് സൈൻ 50 ആണ് എടുക്കേണ്ടത്. അപ്പോൾ സൈൻ 50യുടെ വാല്യൂ എത്ര? 0.7660. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 4.76 ആണ് എ ബി ആയിട്ട് കിട്ടുന്നത്. ഇതിന് മില്ലിമീറ്റർ ആയിട്ട് പറയാനാണ് പറയുന്നത്. അപ്പോൾ സെന്റിമീറ്ററിന് എങ്ങനെ മില്ലിമീറ്റർ ആക്കുന്നത്? ഇൻറ്റു 10 ചെയ്താൽ മതി. അപ്പോൾ 4.76നെ ഇൻറ്റു 10 ചെയ്യുമ്പോൾ 47.6 എന്ന് കിട്ടി. ഇതുപോലെ നമ്മൾ ഏതും കണ്ടെത്തണം, എ സിയും കൂടെ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ എ സി കണ്ടെത്താൻ എന്ത് ചെയ്യുക? ഇതാണ് നമ്മുടെ എ സി അല്ലേ? അപ്പോൾ എ സി കണ്ടെത്താൻ 2r സൈൻ, ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? ബി ആണല്ലേ? അപ്പോൾ 2r സൈൻ ബി ആണ് നമ്മൾ ചെയ്യേണ്ടത്. 2r എന്ന് പറഞ്ഞാൽ ഡിയുടെ വാല്യൂ 6.21 ഇൻറ്റു സൈൻ ബി എന്ന് പറയുന്നത് എത്ര? സൈൻ 55 ആണ്. സൈൻ 55യുടെ വാല്യൂ 0.816 ആണ്. അപ്പോൾ 6.21 ഇൻറ്റു 0.8192 ഈസിക്കൽ ടു 5.09 ആണ് ആൻസർ കിട്ടുന്നത്. അതിനെ മില്ലിമീറ്റർ ആക്കാൻ വേണ്ടി ഇൻറ്റു 50 ചെയ്തു. അപ്പോൾ 50.9 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2 വശങ്ങളുടെ നീളങ്ങൾ 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും അവയ്ക്കിടയിലെ കോൺ
40 ഡിഗ്രിയുമായി ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. അപ്പോൾ തന്നിരിക്കുന്നത് ഒരു ത്രികോണമാണ്. ആ ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട്, 6 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും. ഓക്കെ, അപ്പോൾ അങ്ങനെ 6 സെൻറ്റിമീറ്ററിൻ്റെയും 8 സെൻറ്റിമീറ്ററിൻ്റെയും നടുവിലുള്ള കോൺ, അവയ്ക്കിടയിലെ കോൺ എന്ന് പറയുന്നത് എത്രയാണ്? 40 ഡിഗ്രിയാണ്. അപ്പോൾ അത് ഞാൻ വരച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ബേസ് ഏതായിട്ട് എടുക്കുന്നത്? 8 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ 8 സെൻറ്റിമീറ്ററിലേക്ക് വരുന്ന ഹൈറ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്തേണ്ടത്. ഇതാണ് ഹൈറ്റായിട്ട് വരുന്നത്. അപ്പോൾ ആ ഹൈറ്റ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇവിടുത്തെ ഏത് ത്രികോണം നോക്കുക? ഈ ഒരു ത്രികോണം നോക്കുക. അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കണം. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ട്രിഗ്നോമെട്രി അപ്ലൈ ആണെങ്കിൽ ഒരു ആംഗിളും ഒരു സൈഡും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു സൈഡ് ഉണ്ട്, എത്ര? 6 സെൻറ്റിമീറ്റർ. ആംഗിളും ഉണ്ട് 40 ഡിഗ്രി. അപ്പോൾ ഈ 40 ഡിഗ്രി ആംഗിളിന് കണ്ടുപിടിക്കേണ്ട വശവും തന്നിരിക്കുന്ന വശം എന്താണെന്ന് നോക്കുക. കണ്ടുപിടിക്കേണ്ട വശം ഓപ്പോസിറ്റും തന്നിരിക്കുന്ന വശം ഹൈപ്പോട്ടന്യൂസും ആണ്. അപ്പോൾ ഈ 40 ഡിഗ്രി എന്താ എടുക്കേണ്ടത്? സൈൻ 40 ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈൻ 40 ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും? 6 സൈൻ 40 ആയിട്ട് വരും. 6 സൈൻ 40യുടെ വാല്യൂ ഇട്ടിട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ സൈൻ 40യുടെ വാല്യൂ നമ്മൾ 6 ഇൻറ്റു, അപ്പോൾ ഇവിടെ നമ്മൾ ഏരിയയുടെ ഇക്വേഷൻ ഇട്ടു. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 6 ഇൻറ്റു സൈൻ 40 ആണ്. അപ്പോൾ 8 ഇൻറ്റു 6 എന്ന് പറയുന്നത് എത്ര? 48. 48ൻ്റെ പകുതി 24 ആണ്. 24 ഇൻറ്റു സൈൻ 40 എന്ന് പറയുന്നത് എത്ര? 0.64 ആണ്. അപ്പോൾ 24നെ 0.64 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഏരിയ എത്ര കിട്ടും? 15.36 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഇവിടെ 8 സെൻറ്റിമീറ്ററും അതിലൊരു കോണും 40 ഡിഗ്രിയുമായി ഒരു ത്രികോണം വരയ്ക്കണം. അങ്ങനെ 40 ഡിഗ്രി കോണിനെതിരെയുള്ള വശത്തിൻ്റെ നീളം ചുരുങ്ങിയത് എത്ര സെൻറ്റിമീറ്റർ ആകണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടി സൈൻ എന്താ? ഇതിൻ്റെ എതിർ കോൺ എന്ന് പറയുന്ന എതിർ വശം എന്ന് പറയുന്ന ഏതാ? ഹൈറ്റ് അല്ലേ വരുന്നത്. അപ്പോൾ ഈ ഹൈറ്റ് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ സൈൻ 40 എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? ഈസിക്കൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് എത്ര? എച്ച്. ഹൈപ്പോട്ടന്യൂസ് എത്ര? 8. അപ്പോൾ 0.64 സൈൻ 40 എന്ന് പറയുന്നത് 0.64 ആണ്. ഈസിക്കൽ ടു എച്ച് ഇൻറ്റു 8 എന്നാണ് വരുന്നത്. എച്ച് ബൈ 8 എന്നാണ് വരുന്നത്. 0.64 ഈസിക്കൽ ടു എച്ച് ബൈ 8 എന്നാണ് വരുന്നത്. എച്ചിൻ്റെ വാല്യൂ നമുക്കറിയത്തില്ല. ആ വാല്യൂ കണ്ടെത്താൻ വേണ്ടി 8ന് ഈക്വലിന് ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 8 ഇൻറ്റു 0.64 ആണ് കിട്ടുന്നത്. അപ്പോൾ എച്ച് കണ്ടെത്താൻ വേണ്ടി 8 ഇൻറ്റു 0.64 ചെയ്യുമ്പോൾ എത്ര നമുക്ക് കിട്ടുന്നത്? 5.12 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ചുരുങ്ങിയത് എത്ര സെൻറ്റിമീറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം? 5.12 സെൻറ്റിമീറ്റർ ആയിരിക്കണമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. 20 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ നിൽക്കുന്ന 1.5 മീറ്റർ ഉയരമുള്ള കുട്ടി വഴിയിൽ നിർത്തിയിരിക്കുന്ന കാറ് 30 ഡിഗ്രി കീഴ്കോണിൽ കാണുന്നു. കെട്ടിടത്തിന്റെ ചുവട്ടിൽ നിന്നും എത്ര അകലെയാണ് കാർ നിർത്തിയിട്ടിരിക്കുന്നത്? അപ്പോൾ നമുക്ക് ആ ഒരു കെട്ടിടവും കാറും തമ്മിലുള്ള അകലമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യമേ നമ്മൾ എങ്ങനെ റഫ് സ്കെച്ച് വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ റഫ് സ്കെച്ച് എങ്ങനെ വരച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു കെട്ടിടത്തിന്റെ നീളം കൊടുത്തു. ആ കെട്ടിടത്തിന്റെ നീളം 20 മീറ്റർ ആയിട്ട് കൊടുത്തു. കെട്ടിടത്തിന് മുകളിലായിട്ടാണ് കുട്ടി നിൽക്കുന്നത്. കുട്ടിയുടെ ഉയരവും മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ വരയ്ക്കണം. അപ്പോൾ 1.5 മീറ്റർ നമ്മൾ വരച്ചു. അപ്പോൾ കുട്ടിയുടെ വിഷനിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ അവിടെ നിന്ന് സ്ട്രേറ്റ് വ്യൂ നമ്മൾ കാണിക്കണം. ആ സ്ട്രേറ്റ് വ്യൂവിൽ നിന്ന് താഴേക്ക് പോകുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത്? കീഴ്ക്കോൺ എന്ന് പറയുന്നത്. ആ കീഴ്ക്കോൺ നമ്മൾ 30 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാറ് കണ്ട ആ ഒരു കീഴ്ക്കോൺ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ആ കാറും കെട്ടിടവും തമ്മിലുള്ള അകലമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ അകലത്തിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. നമുക്ക് ആ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്? ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഉണ്ട്, ഹൈറ്റ് ഓഫ് ദ ചൈൽഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 21.5 മീറ്റർ ആയിരിക്കും വരുന്നത്. 20 + 1.5 = 21.5 മീറ്റർ. ഇനി ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് എത്ര ആണ് പറഞ്ഞിരിക്കുന്നത്? 30 ഡിഗ്രി. അപ്പോൾ ആ ആംഗിൾ എന്ന് പറയുന്നത് ഇതൊരു പാരലൽ ലൈൻ അല്ലേ? ഇതൊരു പാരലൽ ലൈൻ അല്ലേ? ഏതിന്? ഈ ഒരു ഗ്രൗണ്ടിന് പാരലൽ ലൈനാണ് ഈ ഒരു ലൈൻ ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാരലൽ ലൈനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോകുന്ന ലൈനാണ് ഏതെന്ന് പറയുന്നത്? ഈ ഒരു ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർസെക്ട് ചെയ്ത് പോകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആംഗിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് ഡിഗ്രിയിൽ ഉണ്ടാവുന്ന ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ അപ്പോൾ എന്ത് തന്നെ ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ടാണ് ആ ത്രികോണത്തിന്റെ ആംഗിൾ ഞാൻ എത്ര ആയിട്ട് കൊടുത്തത്? 30 ഡിഗ്രി ആയിട്ട് കൊടുത്തത്. ഓക്കെ, നമ്മളിപ്പോൾ നോക്കുമ്പോൾ ആ ഒരു ത്രികോണം, ആ ത്രികോണത്തിന്റെ ഒരു സൈഡ് ഫുള്ളും നമ്മുടെ ഉണ്ട്, ഒരു ആംഗിളും ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ് ആണ് അല്ലേ? അപ്പോൾ
30 ഡിഗ്രിക്ക് കണ്ടുപിടിക്കേണ്ട വശം കണ്ടുപിടിക്കേണ്ട വശം അഡ്ജസെന്റും തന്നിരിക്കുന്ന വശം ഓപ്പോസിറ്റും ആണ്. അപ്പോൾ ഏതാ ഇക്വേഷൻ വരുന്നത്? tan 30 അല്ലേ വരുന്നത്? tan 30 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. അപ്പോൾ ഓപ്പോസിറ്റ് എത്ര ആണ്? tan 30 ഈസ് ഈക്വൽ ടു 21.5 ബൈ എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സിനെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഈക്വലിനപ്പുറത്ത് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് tan 30നെ ഈക്വലിനപ്പുറത്തേക്ക് താഴെ കൊണ്ടുവരിക. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 21.5 ബൈ tan 30 എന്ന് കിട്ടും. tan 30യുടെ വാല്യൂ എത്ര? 1/√3 ആണ്. അപ്പോൾ 21.5 ഡിവൈഡ് ബൈ 1/√3 ആണ്. അപ്പോൾ ആ 1/√3 മുകളിലേക്ക് വരുമ്പോൾ എന്തെന്ന് കിട്ടും? 21.5 ഇൻറ്റു √3 എന്ന് വരും. √3യുടെ വാല്യൂ എത്ര? 1.73. അപ്പോൾ എക്സിന്റെ വാല്യൂ എത്ര കിട്ടുന്നത്? 37.15 മീറ്റർ എന്നാണ് വരുന്നത്.